ഉസ്താദ് എനിക്കൊരു സംശയം. തഹജ്ജുദ് പറഞ്ഞാൽ ഉറങ്ങി എണീറ്റതിന് ശേഷം നിസ്കരിക്കല്ലേ? അപ്പോൾ ഒരു ദിവസം ഒരാൾ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല, അങ്ങനെ അയാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? അതായത് തഹജ്ജുദ് അയാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ, ആ ഉറങ്ങാത്ത ആൾക്ക്? പിന്നത്തെ ചോദ്യം എന്താ വെച്ചാൽ, പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഒരാൾ ഇശാ നിസ്കരിച്ചാതെ ഉറങ്ങി, അങ്ങനെ ആകുമ്പം വീഴ്ചയാണ്ട് അയാൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ? കോട്ടക്കലുള്ള ഖലീൽ എന്ന് പറയുന്ന സഹോദരൻ ചോദിച്ചിട്ടുള്ളത് തഹജ്ജുദ് നിസ്കാരത്തിനെ സംബന്ധിച്ചാണ്. രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഇശാ നിസ്കരിക്കാതെ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഒരാൾ എന്താക്കിയില്ല, ഇശാ നിസ്കരിച്ചില്ല, അങ്ങനെ ഉറങ്ങി, പിന്നെ ഒരു 4 മണിക്കൊക്കെ എണീച്ചിട്ട് തഹജ്ജുദ് വേഗം നിസ്കരിക്കുക, അത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ്. നിഹായുടെ ഹാഷിയയിൽ 230 പറയുന്നുണ്ട്, വലാ യക്ഫി ദുഖൂൽ വഖ്തുൽ ഇശായി, ഇശായിൻ്റെ വക്തായി എന്നതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഇശാ നിസ്കരിക്കുക തന്നെ വേണം. ഇനി അദ്ദേഹം ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം, ഒരാൾ ഉറങ്ങിയില്ല, രാത്രി തീരെ ഉറങ്ങിയില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇശായിൻ്റെ സമയം കഴിഞ്ഞ് അങ്ങനെ ഉറക്കം ഉണർന്നിരിക്കുക തന്നെയാണ് സുബഹി വരെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതും പറ്റില്ല, ഷർത്താണ് ഉറങ്ങിയിരിക്കുക എന്നുള്ളത്. ഇസ്തർത്ത് കൊനു ബാദൻ നൗമി, ഉറക്കത്തിന് ശേഷമായിരിക്കുക എന്നുള്ളത് തഹജ്ജുദിൻ്റെ നിബന്ധനയാണ്. അള്ളാഹു എല്ലാവർക്കും ഉപകാരപ്രദമായ അറിവുകൾ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.